So I invite the Honorable Vice Chancellor, Kerala University, to have a chat. Thanks. രണ്ടുമൂന്ന് ദിവസം മുമ്പ് മാത്രമാണ് മിഷൻ ഇന്ത്യയുടെ ഡയറക്ടർ റജി വസന്തിനെ പരിചയപ്പെട്ടത്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹം സർവകലാശാല ഓഫീസിലെത്തി എന്നെ കണ്ടതെങ്കിലും ആദ്യ കാഴ്ചയിൽ തന്നെ അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ ആകർഷിക്കുകയും വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പ്രത്യേകിച്ച് ആരോഗ്യ വിജ്ഞാനം വൈദ്യരോഗത്തിനും സമൂഹത്തിനും എത്തിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ എന്നെ വളരെയേറെ ആകർഷിക്കുകയും ചെയ്തു. ഞാനിന്ന് രാവിലെ മിഷൻ ഇന്ത്യയുടെ വെബ്സൈറ്റും സന്ദർശിച്ചു. വളരെയേറെ പ്രയോജനകരങ്ങളായ ഡോക്ടർമാർക്കും മാത്രമല്ല സമൂഹത്തിലെ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനും പ്രയോജനകരങ്ങളായ ഒട്ടനവധി വിവരങ്ങൾ ആ വെബ്സൈറ്റിൽ കാണാൻ എനിക്ക് അവസരം കിട്ടി. ഇന്നിവിടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ മിഷൻ ഇന്ത്യ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ ഇന്നിവിടെ നടത്താൻ പോകുന്നത് മിബിസ് എന്ന പേരുള്ള മെഡിക്കൽ എൻസൈക്ലോപീഡിയയുടെ പ്രകാശനമാണ്. മെഡിക്കൽ എൻസൈക്ലോപീഡിയ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും അടുത്ത കാലത്ത് സാർവദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ച സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന പകർച്ചവ്യാധിയെ സംബന്ധിച്ചാണ്. അതിന് പുറമെ അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് സൂറത്തിൽ തന്നെ 94 ഇന്ത്യയിൽ 54 പേര് പ്ലേഗ് ഒന്നും മരിച്ചായിട്ട് നമുക്കറിയാം. 14-ാം നൂറ്റാണ്ടിൽ കണ്ടിരുന്ന പ്ലേഗ്, അതുപോലെ തന്നെ സ്പാനിഷ് ഫ്ലൂ, 2 കോടിയോളം ആളുകൾ മരണമടഞ്ഞ ഒരു പകർച്ചവ്യാധിയായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് കേരളത്തിൽ തന്നെ ഏതാണ്ട് 200ഓളം തർക്കമുണ്ട് ഇപ്പോഴും 200ഓളം പേരുടെ ജീവൻ അപഹരിച്ച ഡെങ്കു ഫീവർ അടക്കമുള്ള പകർച്ചവ്യാധികളെ സംബന്ധിച്ചു മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഈ CD-ROM-ൽ അടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷൻ ചെയ്യേണ്ട ഒരു ജോലി ആരും ആവശ്യപ്പെടാതെ തന്നെ ഏറ്റെടുത്ത് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള ആരോഗ്യ മാതൃക സാർവദേശീയമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ അടുത്ത കാലത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികൾ, സാംക്രമിക രോഗങ്ങൾ, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വൈദ്യ നേട്ടങ്ങളെ സാർവദേശീയ രംഗത്ത് തന്നെ ഇടിച്ച് കാണിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള വിജ്ഞാനം വൈദ്യരോഗത്തിനും സമൂഹത്തിനും നൽകാൻ നിങ്ങൾ നടത്തുന്ന ഈ ശ്രമം വളരെ സാമൂഹ്യ പ്രസക്തികളായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇത് ആദ്യമേ പറയട്ടെ, ഇത് പുസ്തകത്തിന് പകരം എന്ന് പറയാൻ പറ്റില്ല. പുസ്തകത്തിന് അനുകൂലകമായിട്ടുള്ള ഒന്നാണ് CD-ROM. പുസ്തകം ഇപ്പോഴും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പുസ്തകത്തിന് മണം ഇപ്പോഴും ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് സൂചിപ്പിക്കട്ടെ. പക്ഷെ അതേ അവസരത്തിൽ പുസ്തകത്തിൽ നിന്ന് കിട്ടാത്ത ഒത്തിരി വിവരങ്ങൾ CD-ROM വഴി നമുക്ക് കിട്ടാൻ കഴിയും. ഏറ്റവും പ്രധാനം അത് കൊണ്ടു നടക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കൊണ്ടു നടക്കണമെങ്കിൽ വലിയ ബോധ്യമാണ്. അടുത്ത കാലത്ത് ഞാനാണെങ്കിൽ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന പുസ്തകങ്ങളിലൊന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ ഈ 36 കോടിയോ 2 CD-ROM കൊണ്ടു നടക്കാൻ കഴിയും. എപ്പോൾ വേണം നമുക്ക് റെഫർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. CD-ROM-ഓട് കൂടിയാണ് ഇതിൻ്റെ പ്രിൻ്റ് വെർഷൻ ഇറക്കിയത്. ആ CD-ROM നമ്മുടെ കമ്പ്യൂട്ടർ നമുക്ക് ലോഡ് ചെയ്യാൻ കഴിയും. ഉച്ചാരണം കേൾക്കാൻ കഴിയും. അതാണ് പുസ്തകം വായിക്കും, ഉച്ചാരണം കേൾക്കാം. ഇംഗ്ലീഷിലും അതായത് ബ്രിട്ടനിലും അമേരിക്കയിലുള്ള ഉച്ചാരണങ്ങൾ മുഴുവൻ ഓക്സ്ഫോർഡ് ലേണേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പുതിയ CD-ROM കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ചിത്രങ്ങൾ, വീഡിയോ ക്ലിപ്പിങ്ങൾ, ശബ്ദങ്ങൾ ഇതെല്ലാം കൂടെ മൾട്ടിമീഡിയയുടെ സഹായത്തോടുകൂടി സന്നിവേശിപ്പിച്ചാണ് CD-ROM ഇറക്കുന്നതുകൊണ്ട് വൈദ്യരോഗത്തിന് ഇതിൻ്റെ ഉപയോഗ സാധ്യത വളരെയേറെ കൂടും. ഞാൻ ഷാർപ്പായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാണ് തുറക്കുന്നത്, ഒരു ട്രിഫൈൻ. അത് ഉപയോഗിച്ചപ്പോൾ ഒരു കമ്പ്യൂട്ടർ പറഞ്ഞു ചെയ്യാൻ പാടില്ല, അതിന് താഴെ ഒരു വെയിനുണ്ട്, അത് പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ നിബിൾ ദ ബോ. ഓക്കെ, സോ ഇതൊക്കെ പഠിക്കാനാണെങ്കിൽ പണ്ടാണ് ഒത്തിരി രോഗികളിൽ ഇതൊക്കെ പ്രയോഗിച്ച് നോക്കുന്നത്. അപ്പോൾ അതിലൊന്നും ആവശ്യമില്ലാതെ തന്നെ CD-ROM-ൻ്റെ സഹായത്തോടുകൂടി തന്നെ ഒരു വൈസ് ചാൻസലർ എനിക്ക് പോലും എൻ്റെ മുറിയിൽ ഇരുന്ന് തന്നെ ശസ്ത്രക്രിയ പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ വൈദ്യരോഗത്തിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ പ്രധാനമായിട്ടും ഇത് ഡോക്ടർമാരോടാണ് പറയേണ്ടത്, നാട്ടുകാരോട് പറയേണ്ട കാര്യമല്ലെങ്കിലും ഇന്ന് ഇൻ്റർനെറ്റിലും മറ്റും ഏറ്റവും ചെലവ് കുറഞ്ഞും ചെലവില്ലാതെയും ലഭ്യമായ വിജ്ഞാനം വൈദ്യവിജ്ഞാനമാണ്. ഉദാഹരണത്തിന് മെഡ്ലൈൻ എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ ശേഖരിച്ച് വെച്ചിട്ടുള്ള മെഡ്ലൈൻ എന്ന് പറഞ്ഞ ഡേറ്റാബേസ് ഫ്രീ ആണ്, ആർക്കും ആക്സസ് ചെയ്യാം. അൽഗോറെ 1996 സൗജന്യമായിട്ട് ഈ ഡേറ്റാബേസ് സമൂഹത്തിന്, അതിന് മുമ്പ് പൈസ കൊടുക്കുക. ഞാൻ ഓർക്കുന്നു, ഞാൻ 93 മെഡ്ലൈൻ ഡേറ്റാബേസിൽ ഒരു അബ്സ്ട്രാക്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ $1 ആകും. ഇൻ്റർനെറ്റിൽ കടന്നു കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കഴിയൂ. പക്ഷേ ഇപ്പോൾ സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. 11 ദശലക്ഷം അബ്സ്ട്രാക്ട്സ് ആണ്.
4600 ജേർണലുകളിൽ നിന്നുള്ള 11 ദശലക്ഷം അബ്സ്ട്രാക്ട്സ് നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് 2 ആഴ്ച മുമ്പ് വരെയുള്ള വിജ്ഞാനം ഇന്ന് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ വിരൽ തുമ്പുകളിലാണ് പറയുന്നത്. ഇന്ന് വിജ്ഞാനം അന്വേഷിച്ച് നമ്മൾ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. വിജ്ഞാനം നമ്മെ അന്വേഷിച്ച് തന്നുകൊണ്ടിരിക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇതിനൊരു അപകട സാധ്യത ഉണ്ട്. അതും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഇന്ന് ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്ന വിജ്ഞാനങ്ങളിൽ തെറ്റായ വിജ്ഞാനങ്ങൾ ഏറ്റവും അധികം പ്രചരിക്കുന്നതും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒത്തിരി മിസ്ഇൻഫർമേഷൻ. ഇൻഫാക്ട് ദർ ഈസ് ആൻ എപ്പിഡമിക് ഓഫ് മിസ്ഇൻഫർമേഷൻ ഇൻ ദ നെറ്റ്. ഈ പകർച്ചവ്യാധി പോലെ സാഴ്സും ഡെങ്കു ഫീവർ പോലുള്ള ഒരു പകർച്ചവ്യാധിയായി തെറ്റായ ആരോഗ്യ വിവരങ്ങൾ, വൈദ്യവിജ്ഞാനം ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ട്. പല മരുന്ന് കമ്പനികളും മറ്റ് ആളുകളും ഒത്തിരി വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ പോയി കഴിഞ്ഞാൽ പുസ്തകമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഈ പറഞ്ഞ പോലുള്ള CD ROM ഇൻ്റർനെറ്റും ഒക്കെ ഉള്ള വ്യത്യാസം, ഏതാണ് ആധികാരികമായ വിവരം, ഏതാണ് തെറ്റായ വിവരം കണ്ടുപിടിക്കാൻ പറ്റും. പുസ്തകമാണ് താരതമ്യേന എളുപ്പമാണ്. പബ്ലിഷർ ആരാണ് പബ്ലിഷ് ചെയ്തത്, ഓതർ ആരാണ്, ഇതൊന്നൊക്കെ നോക്കി നമുക്ക് ആധികാരികത തിട്ടപ്പെടുത്താൻ കഴിയും. പക്ഷേ ഇൻ്റർനെറ്റ് ബുദ്ധിമുട്ടാണ്. അത് ഒട്ടനവധി വ്യാജ വെബ്സൈറ്റുകളുണ്ട്. അങ്ങനെ ആ വെബ്സൈറ്റുകൾ വഴി ഔഷധങ്ങൾ നമുക്ക് ഇന്ന് ഇൻ്റർനെറ്റ് വഴി ഓർഡർ ചെയ്യാൻ കഴിയും. അങ്ങനെ വളരെ വിജയകരമായി മാർക്കറ്റ് ചെയ്ത മരുന്നുകളൊന്നാണ് വിയാഗ്ര എന്നുള്ള മരുന്ന്. അതിന്റെ പാർശ്വഫലങ്ങളൊക്കെ മറച്ചു വെച്ച് അതുകൊണ്ട് കിട്ടാവുന്ന നേട്ടങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് ഇന്റർനെറ്റ് വഴി ഇന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇതുപോലെ ഒരു എപ്പിഡമിക് ഓഫ് മിസ്ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ട് വൈദ്യരോഗം ഏറ്റെടുക്കേണ്ട ഒരു മുഖ്യ കടമ എന്താണെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഏതാണ് ഓതന്റിക് ആയിട്ടുള്ള വെബ്സൈറ്റ്, ഏതാണ് ജെനുവിൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പൗലോസ് സാറിനോട് വന്ന് ചോദിക്കുകയാണ്, സാർ ഡയബറ്റീസിനെ കുറിച്ച് ഞാൻ ഏത് വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ സാറിന് കഴിയും. അതാണ് പണ്ട് സാറിനോട് ഏത് പുസ്തകം എന്നാണ് ചോദിക്കുന്നത്, ഇപ്പോൾ ചോദിക്കുന്നത് ഏത് വെബ്സൈറ്റാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ലൈബ്രറിയൻസിൻ്റെ തന്നെ പേര് മാറാൻ പോകും. ലൈബ്രറിയൻസ് പണ്ട് നമ്മൾ ലൈബ്രറി ഏത് പുസ്തകം വേണമെന്നല്ല, ഇപ്പം നമ്മൾ ഇന്ന് വിവരം എവിടെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ലൈബ്രറിയൻസിൻ്റെ പേര് തന്നെ ഇൻഫർമാറ്റീഷ്യൻസ് എന്ന് മാറ്റാൻ പോകും ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിൽ. അപ്പോൾ സത്യത്തിൽ ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലൊക്കെ ഓരോ ആഴ്ചയും ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ ഇറങ്ങുമ്പോൾ ലാൻസെറ്റ്, ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ, ന്യൂസിലാൻഡ് ജേർണൽ ഓഫ് മെഡിസിൻ ഇതൊക്കെ വായിച്ചാൽ ഓരോ ആഴ്ചയും ഓരോ വിഷയത്തിലും നിങ്ങൾ പോയി സന്ദർശിക്കേണ്ട ഏറ്റവും ആധികാരിക വെബ്സൈറ്റ് ഏതാണെന്ന് ലിസ്റ്റ് കൊടുക്കും. ആസ്മയെ കുറിച്ച് അറിയാൻ വേണ്ടി ഏതൊക്കെ വെബ്സൈറ്റ് സന്ദർശിക്കണം. ഡയബറ്റീസ് തന്നെ ഒത്തിരി ഉണ്ട്. പെരിഫറൽ ന്യൂറോപ്പതി മാത്രം ഒരു 17 വെബ്സൈറ്റ് ഞാൻ അധികാരം. പക്ഷെ ചില ആണെങ്കിൽ മരുന്ന് കമ്പനികളാണ് അവരെന്ത് ചെയ്യും, അവരെ ഇന്ന മരുന്നാണ് കഴിക്കേണ്ടത്. ഇപ്പോൾ തലവേദനയ്ക്ക് ഒരു വെബ്സൈറ്റിൽ പറയുന്നത് സുമാട്രിപ്റ്റാനാണ് കഴിക്കുന്നത്. ഞാൻ പാരസെറ്റമോൾ തന്നെ 90% വേണമെങ്കിൽ മാനേജ് ചെയ്യാം. കാരണം അത് വളരെ വില കൂടിയ ദോഷം. അപ്പൊ ഈ രീതിയിലൊന്ന് വേർതിരിക്കാൻ നല്ല വെബ്സൈറ്റും ചീത്ത വെബ്സൈറ്റും വേർതിരിച്ച് സന്ദേശം എത്തിക്കാനും ഒക്കെ ഇതുപോലുള്ള പ്രസിദ്ധീകരണം വഴി കഴിയും. എനിക്ക് ഫിസിക്സ്, ബോട്ടണി, ബയോടെക്നോളജി ഇങ്ങനെയുള്ള വിവിധ ശാസ്ത്രശാഖകളിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്ന ഏറ്റവും ആധികാരിക വെബ്സൈറ്റാണ്. എന്നതിനെ സംബന്ധിച്ചൊരു CD ROM ഉണ്ട്. ആ CD ROM ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്താൽ എനിക്ക് അതിലേക്ക് പോകാം. ഒരു 10 CD ROMs ഉണ്ട്, അപ്ഡേറ്റ് ചെയ്തില്ല. അപ്പോൾ ആ രീതിയിൽ വിദഗ്ധമായിട്ടൊക്കെ ആലോചിച്ച് കാരണം ഇന്ന് പുസ്തകങ്ങളോടൊപ്പം ഇൻ്റർനെറ്റിലും കൂടെ പോയി വിജ്ഞാനം പരതാൻ കഴിവില്ലാത്ത ഒരാൾ ഔട്ട് ഓഫ് ഡേറ്റ് ആണ്, അല്ലേ? നമ്മൾ ഔട്ട് ഓഫ് ഡേറ്റ് ആണ്. തന്നെയല്ല വൈദ്യരോഗത്തിൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ഞാൻ അതും കൂടെ പ്രത്യേകിച്ച് വിജയകുമാർ ഇവിടെ ഉള്ളത് പറയാം. കേരളത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞൊരു 25,000 ഡോക്ടർമാരെ പ്രാക്ടീസ് ചെയ്തില്ലേ? 25,000 റഫ്ലി. അതിൽ എൻ്റെ ഒരു കണക്കൂട്ട്, ഒരു ഗസ്റ്റിമേറ്റ് ഒരു 10% ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ വിജയകുമാർ? സംശയം പാടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വലിയൊരു മാർക്കറ്റ് ഉണ്ടെന്ന് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി. IMA തന്നെ പണ്ട് ഇൻ്റർനെറ്റിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കും. ഞാനൊരു ട്രെയിനറായിരുന്നു, 20,000 പേര് വേണ്ടി വെച്ച് നടന്നിട്ടാണ് ആ ഭാഗത്ത്, കോട്ടയം ഭാഗത്ത്. അപ്പോൾ ഡോക്ടർമാർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഡോക്ടർമാരിൽ ഇത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. IMA വഴി എത്താൻ, ഡോക്ടർമാരിൽ ഇത് എത്തിച്ചു കൊടുക്കാൻ നിർഭാഗ്യകരമാണെങ്കിലും ഏറ്റവും എളുപ്പമാണ് മരുന്ന് കമ്പനികൾ വഴി എത്തിക്കാറുണ്ട്. മരുന്ന് കമ്പനികൾ തരുന്ന പിന്നെ പല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തരുന്നതൊക്കെ നാട്ടുകാരുടെ വിവാദമുള്ള സാഹചര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മരുന്ന് കമ്പനികളെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് ഇത് മൊത്തം വിലയ്ക്ക് വാങ്ങിച്ച് ഡോക്ടർമാരെ അവർ സന്ദർശിക്കുന്നത് സൗജന്യമായിട്ട് അവർ കൊടുക്കുന്ന കാര്യമായിരിക്കും.